Hello students, ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എർത്ത് ഉണ്ടാക്കുന്ന ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഔട്ട്സൈഡ് ഒരു പിക്ചർ ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ. ദെൻ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ്. മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മെയിൻലി നമ്മൾ 3 പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, horizontal component of Earth's magnetic field. Horizontal component of Earth's magnetic field. Second one, magnetic declination. Third one, magnetic inclination or dip. So what are the 3 magnetic elements? First one, horizontal component of Earth's magnetic field. Second one, magnetic declination. Third one, magnetic inclination or dip. നമുക്കതിൽ ആദ്യം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലോട്ട് വരാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതിവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ മാഗ്നറ്റിക് എലമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരെ പറയണം? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, എർത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ജോഗ്രഫിക് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ, ഇതാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. സേ ഒരു സ്മോൾ മാഗ്നറ്റ് വരയ്ക്കാം നമുക്ക്. ഇവിടെ അതിൻ്റെ നോർത്ത് പോൾ വരുന്നു, ഇവിടെ അതിൻ്റെ സൗത്ത് പോൾ വരുന്നു. ഓക്കെ, ദെൻ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യുമ്പോൾ ഫീൽഡ് ലൈൻസ് കാണിക്കാം. ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോകുന്നു, ഇവിടെ ഉള്ളിലോട്ട് വരുന്നു. ഇങ്ങനെ പോയ ഫീൽഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ പോയ ഫീൽഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇതാ ഇങ്ങനെ വന്നത് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. 3 ഡയമെൻഷണലി ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. ഇതിൽ ഞാൻ പറഞ്ഞു ഇതാരാണ്? ഇത് എർത്താണ് കേട്ടോ, ഇത് എർത്താണ്. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് ആണ് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ ഏകദേശം താമസിക്കുന്നത് എവിടെയാണ്? ഇതാ ഇവിടെയാണ്, ഇക്വേറ്റർ റീജിയനിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ നോക്കൂ, ആ ഫീൽഡ് ലൈൻസിലോട്ട് നിങ്ങൾ നോക്കൂ. എർത്തിൻ്റെ ഫീൽഡ് ലൈൻ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസിന് പാരലലായിട്ടല്ലേ വരുന്നത്? പാരലൽ. എർത്തിൻ്റെ സർഫസ് വരച്ചാൽ സർഫസിന് പാരലലായിട്ടല്ലേ ഈ ഫീൽഡ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്പോണൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. So the component of magnetic field parallel to earth surface is called horizontal component. ഇക്വേറ്ററിൽ ഏത് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതാ ഈ പോയിന്റിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റിലോട്ട് വന്നാൽ ഇതാണ് എർത്തിൻ്റെ സർഫസ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഫീൽഡ് ലൈൻസ് വരുന്നത്. അതായത് അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് ആബ്സെൻറ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ഇക്വേറ്ററുമല്ല പോളുമല്ല, പിന്നെ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ വേറെ എവിടെയോ താമസിക്കുന്നു. അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് വെച്ച് നോക്കി ഡിപ്പ് സർക്കിൾ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റിൽ മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തരുന്ന ഡയറക്ഷനാണ് നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ചെയ്താൽ എങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. എങ്ങനെ? എർത്തിൻ്റെ സർഫസിന് പാരലലായിട്ടും എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടും. അപ്പോൾ എർത്തിൻ്റെ ടോട്ടൽ ഫീൽഡിനെ നമ്മൾ റിസോൾവ് ചെയ്തു. എവിടേക്ക്? എർത്തിൻ്റെ സർഫസിന് പാരലലായിട്ടും പിന്നെ എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിന് പാരലലായി നിൽക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോൾസുമല്ല ഇക്വേറ്ററുമല്ല വേറൊരു റീജിയനിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, സേ സം ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ആൻഡ് ലോജിറ്റ്യൂഡ് ആംഗിൾ ഈസ് ദർ അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡിന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു എർത്ത് സർഫസ് ഈസ് കാൾഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു എർത്ത് സർഫസ് ഈസ് കാൾഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക്, നിങ്ങൾ താമസിക്കുന്നത് നിയർ ഇക്വേറ്റർ റീജിയൻ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെ ഈ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷനോട് സെയിം ആയിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനോട് സെയിം ആയിരിക്കും. കാരണം നമ്മൾ താമസിക്കുന്ന അടുത്തെല്ലാം ആരാണ് സ്ട്രോങ്? ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് സ്ട്രോങ്. എന്നാൽ നിങ്ങൾ പോൾസിൽ പോയാലോ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല, പകരം ആരേ ഉള്ളൂ? വെർട്ടിക്കൽ കമ്പോണൻ്റേ ഉള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ, അതായത് ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അതായത് നെറ്റ് ഫീൽഡിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന
component of magnetic field parallel to earth surface is called horizontal component and perpendicular one is called perpendicular component. Okay? ഇനി നമുക്ക് ഇതിലേക്ക് വരാം. എന്താണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു കോമ്പസ് ബോക്സ്, ഇതാ കോമ്പസ് ബോക്സ്, അതിനെ ഞാനിതാ അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചു. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സേ അവിടെ നോർത്താണ്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ സൗത്താണ്. അപ്പോൾ ഇതാണ് നോർത്ത്, അങ്ങോട്ടാണ് നോർത്ത്, ജോഗ്രഫിക് നോർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പസ് ബോക്സ് ഞാൻ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്താൽ ഇതിനകത്ത് കണ്ട ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ആ മാഗ്നറ്റിക് നീഡിൽ നമുക്കൊരു ഡയറക്ഷൻ കാണിച്ചു തരും. അതായത് മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ വന്നു നിൽക്കും? നിങ്ങളിങ്ങനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തു, ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്, അവന് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ നമുക്കൊരു നോർത്ത് കാണിച്ചു തരും. ഓക്കെ, ആ നോർത്ത് ആക്ച്വലി ആരാണ്? ജോഗ്രഫിക് നോർത്ത് ആണോ? അല്ല, പകരം മാഗ്നറ്റിക് ആക്സിസിലാണ് വന്ന് നിൽക്കുക. അതായത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണോ ആ ഡയറക്ഷനിൽ വന്നാണ് നിൽക്കുക. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു അത് ജോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും തമ്മിലൊരു ആംഗിൾ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, കോമ്പസ് ബോക്സ്, കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തരുന്ന നോർത്തും ട്രൂ നോർത്തും തമ്മിലുള്ള ആംഗിളാണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. ഫിഗറിലോട്ട് നോക്കൂ, ട്രൂ നോർത്ത്, അതായത് ഇതാണ് ട്രൂ നോർത്ത്, ഇതിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് നീഡിൽ, അതായത് കോമ്പസ് ബോക്സ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തപ്പോൾ അതിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഡയറക്ഷനാണിത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. കമോൺ പറയൂ, വാട്ട് ഈസ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ? ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ജോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് ഷൗൺ ബൈ ദ കോമ്പസ് നീഡിൽ. ഇറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഓർ സിംപ്ലി ഡെക്ലിനേഷൻ. നമ്മുടെ ഈ പഴയ കാലത്തൊക്കെ നമ്മൾ ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ വേണം അല്ലേ? ഓഷനിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ വേണം. അപ്പോൾ ആ സമയത്ത് ഡെക്ലിനേഷൻ ആംഗിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എലമെൻറ്റിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് എലമെൻറ്റ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്. ഓർമ്മിക്കുക, ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ ആംഗിളാണ്, ഡെക്ലിനേഷൻ ആംഗിൾ അല്ല. നോക്കൂ, ഇതാ മാഗ്നറ്റിക് ഡിപ്പ്. നോക്കൂ, ഇപ്പോൾ ഇതാണ് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത്. ഇപ്പോൾ താഴെ ആര് വരും? ജോഗ്രഫിക് സൗത്ത് വരും. പിന്നെ നമുക്ക് ഇതേതാ? ജോഗ്രഫിക് ഇക്വേറ്റർ വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് എർത്ത് സർഫസിൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അവിടെ എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇതാ ഇങ്ങോട്ടാണ്. അതായത് എർത്തിൻ്റെ സെൻറ്ററിലോട്ടും അല്ല, അതുപോലെ എർത്തിന് പാരലും അല്ല, എർത്തിൻ്റെ സർഫസിന് പാരലും അല്ല, ഇതാ ഇങ്ങോട്ടാണ്. ക്ലിയർ ആയോ അത്? അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് നോട്ട് പാരലൽ ടു എർത്ത് സർഫസ്, നോട്ട് പെർപെൻഡിക്കുലർ ടു എർത്ത് സർഫസ്. അത് കണ്ടുപിടിക്കാനുള്ള അറേഞ്ച്മെൻറ്റുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേരാണ് ഡിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ പോയിന്റിൽ എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ഫീൽഡ് എർത്തിൻ്റെ സെൻറ്ററിലോട്ടല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡിനെ നിങ്ങൾ റിസോൾവ് ചെയ്തു. എവിടേക്ക് റിസോൾവ് ചെയ്തു? ഈ ഫീൽഡിനെ നിങ്ങൾ എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്തു. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ, എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ വിചാരിച്ചാൽ മതി, എർത്തിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻറ്റിൻ്റെ പേരാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ ഇതാണ് ആര്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അതായത് എർത്തിൻ്റെ സർഫസിന് പാരലായി നിൽക്കുന്ന കമ്പോണൻറ്റ്. സോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എർത്ത്സ് magnetic field is not parallel or perpendicular to the earth's surface. So you resolve the total magnetic field into two components. What are they? The component parallel to earth's surface and perpendicular to earth's surface. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? The component of magnetic field towards center of the earth or perpendicular to earth surface is called vertical component. Component of magnetic field parallel to earth surface is called horizontal component. Okay. Now what is dip angle? നിങ്ങൾ നോക്കൂ, എന്താണ് ഡിപ്പ് ആംഗിൾ? ഡിപ്പ് ആംഗിൾ ഇവിടെ I എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്. I.
What is dip angle? Dip angle I is the angle between total field and horizontal component of Earth's magnetic field. So come on, what is dip? See, at a particular point, Earth's magnetic field in this direction, you resolve that field into two components. What are they? Horizontal component HE and vertical component ZD. This is the total magnetic field BE. NCERT bookil BE എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് ആണ്, HE എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഫീൽഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് എർത്തിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചോളൂ. ഇതാണ് എർത്തിൻ്റെ സെൻറ്റർ, സെൻറ്റർ ഓഫ് എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിന് ഇതാണ് ഇപ്പോൾ എർത്തേങ്കിൽ നിങ്ങൾ നോക്കുക, എർത്തിൻ്റെ സർഫസിന് പാരലായി നിൽക്കുന്ന കമ്പോണൻറ്റിനെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പോയിന്റിൽ എന്ത് സംഭവിച്ചു? എർത്തിൻ്റെ ഫീൽഡ് ഇവിടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് കാൾഡ് ഡിപ്പ്. NCERT ബുക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സിമ്പിൾ നിങ്ങൾ നോക്കൂ, ഐ എന്നാണ്, ഡിപ്പ് ആംഗിൾ ഐ. സോ വാട്ട് ഈസ് ഡിപ്പ് ആംഗിൾ? See the definition. Dip is the angle that the total magnetic field B of Earth makes with surface of the Earth. Definition കണ്ടോ നിങ്ങൾ? Dip angle is the angle between Earth's net field and Earth surface. എന്താ കാരണം അറിയോ? എർത്ത് സർഫസും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ദാ എർത്ത് സർഫസ്, നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ഇതല്ലേ എർത്ത് സർഫസ്. ആ എർത്ത് സർഫസിന് പാരലാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ എർത്ത് സർഫസിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനാണ് പറയാറുള്ളത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ഡിപ്പ്? ഡിപ്പ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എർത്ത് സർഫസ്, ഓർ ഡിപ്പ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ? ഏത് ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഐ കേട്ടോ. ദെൻ ഈ ഫിഗറിലോട്ട് നോക്കൂ. ഇതാ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് പോൾസ്, നോട്ട് അറ്റ് ഇക്വേറ്റർ, വേറെ എവിടെയാണ് പോയിന്റ്. ഇനി നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇതാ ഇവിടേക്കാണ് നെറ്റ് ഫീൽഡ് BE. ഇവിടെ BE എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നെറ്റ് ഫീൽഡാണ്, നെറ്റ് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ട്രൂ നോർത്ത്. ട്രൂ നോർത്ത് ഇവരിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ട്രൂ നോർത്ത്. NCERT ബുക്കിലെ ഫിഗറാണ്. അതുമായി ബൈ സം ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് ഉണ്ടാവുക, അതായത് കോമ്പസ് ബോക്സ് കാണിച്ചു തരുന്ന ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് HE. അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് കാൾഡ് ഡിപ്പ് ആംഗിൾ. സോ വാട്ട് ഈസ് ഡിപ്പ് ആംഗിൾ? ഡിപ്പ് ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടോട്ടൽ ഫീൽഡ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് എർത്തിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചോളൂ. എർത്തിൻ്റെ സെൻറ്റർ ഓഫ് എർത്ത് ഇവിടെയാണെന്ന് അസ്യൂം ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് വരുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ ZD വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോണൻറ്റ് എർത്തിൻ്റെ സർഫസിന് പാരലൽ, ഈ കമ്പോണൻറ്റ് എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ. ടോട്ടൽ ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലും അല്ല പെർപെൻഡിക്കുലറും അല്ല, ബൈ മേക്കിംഗ് സം ആംഗിൾ. ദെൻ അതുപോലെ തന്നെ ഈ ട്രൂ നോർത്തും അതുപോലെ മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിളാണ് ഡെക്ലിനേഷൻ ആംഗിൾ. അപ്പോൾ ഈ ഫിഗറിൽ രണ്ടും കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നു. ഡെക്ലിനേഷൻ ആംഗിളും ഉണ്ട്, ഇൻക്ലിനേഷൻ ആംഗിളും ഉണ്ട്. ഇൻക്ലിനേഷൻ ആംഗിൾ ഈസ് കാൾഡ് ഡിപ്പ്. അപ്പോൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, എർത്ത് പോൾസുമല്ല ഇക്വേറ്ററുമല്ല. You are living at some point in between poles and equator. At that point, direction of magnetic field, net field, is obtained using an arrangement called dip circle. ഞാൻ കാണിച്ചു തരാം എന്താണ് ഡിപ്പ് സർക്കിൾ എന്ന്. ഓക്കെ, അപ്പോൾ ഡിപ്പ് സർക്കിൾ നമുക്ക് നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നു. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ എർത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസിന് പാരലൽ അല്ല പെർപെൻഡിക്കുലറുമല്ല, ബൈ മേക്കിംഗ് സം ആംഗിൾ. അപ്പോൾ ആ ആംഗിളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ എർത്തിൻ്റെ സർഫസിന് പാരലലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും ഞാൻ റിസോൾവ് ചെയ്തു. ദ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു എർത്ത് സർഫസ് ഈസ് കാൾഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു എർത്ത് സർഫസ് ഓർ ആക്ടിംഗ് ടുവേർഡ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് കാൾഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ? ദെൻ അതിനുശേഷം
നമ്മൾക്ക് നിങ്ങളൊരു കോമ്പസ് ബോക്സ് എടുക്കുന്നു, കോമ്പസ് ബോക്സ് ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന നോർത്തും ട്രൂ ജോഗ്രഫിക് നോർത്തും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഡെക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ടോട്ടൽ ഫീൽഡിൻ്റെ ഡയറക്ഷനും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ് ആംഗിൾ. അത് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിപ്പ് സർക്കിൾ എന്ന് പറയുന്ന അറേഞ്ച്മെൻ്റ് ആണ്, കോമ്പസ് ബോക്സ് അല്ല. ഓക്കെ, അപ്പോൾ ഡിപ്പ് മെഷർ ചെയ്യാൻ ഡിപ്പ് സർക്കിൾ ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ സൈൻ ഐ ഈക്വൽ എന്താ എഴുതാം? സൈൻ ഡിപ്പ്, സൈൻ ഐ ഈസ് ഈക്വൽ ടു ZD ഡിവൈഡർ ബൈ ബി. കറക്റ്റ് അല്ലേ? ZD ഡിവൈഡർ ബൈ ബി. അപ്പോൾ കോസ് ഐ ഈസ് ഈക്വൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ HE ഡിവൈഡർ ബൈ BE. ഇവിടെയും BE ആണ് കേട്ടോ, BE. ദെൻ ഇത് ഓർമ്മിച്ച് വെച്ചോളൂ, tan I ഈസ് ഈക്വൽ ടു tan delta ഈസ് ഈക്വൽ ടു, ഓർ tan I ഈസ് ഈക്വൽ ടു, ഈ ആംഗിൾ tan I ഈസ് ഈക്വൽ എന്ത് വരും? വെർട്ടിക്കൽ കമ്പോണൻറ്റ് ZD ഡിവൈഡർ ബൈ HE. ZD ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ചില ബുക്കുകളിൽ അതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, BV ഡിവൈഡർ ബൈ BH എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്, BV ഡിവൈഡർ ബൈ BH എന്നോ ZD ഡിവൈഡർ ബൈ HE എന്നോ പറയാം. BV ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, NCERT ബുക്കിൽ അത് ZE ആണ്. BH എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, NCERT ബുക്കിൽ അത് HE ആണ്. ടോട്ടൽ ഫീൽഡിനെ NCERT ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് BE എന്നുള്ള ലെറ്ററാണ്, BE. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മിച്ചോളൂ കേട്ടോ. tan I ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡിവൈഡർ ബൈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഹിയർ I ഈസ് കാൾഡ് ഡിപ്പ് ആംഗിൾ, സിംപ്ലി ഡിപ്പ്. ഓക്കെ, അപ്പം 3 എലമെൻസിനെ കുറിച്ചും നല്ല പിക്ചറായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ഇക്വേഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലമാണിത്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ചോദിക്കാം കേട്ടോ, എൻട്രൻസിനും ചോദിക്കാറുണ്ട്. ഈ ഭാഗത്ത് അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല സാധാരണ. നോക്കോളൂ, ഇൻ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാഗ്നറ്റ് വെച്ച ആക്സിസ് ഇല്ലേ, ആ ആക്സിസിലൂടെ നമ്മളൊരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ദാറ്റ് പ്ലെയിൻ ഈസ് കാൾഡ് മാഗ്നറ്റിക് മെറിഡിയൻസ്. യൂഷ്വലി നമ്മുടെ ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ മെറിഡിയൻസ് ആയിട്ട് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഇല്ലേ, കണ്ടില്ലേ, അതാണ് മെറിഡിയൻസ് ആയിട്ട് വരുന്നത്. Certain place the horizontal component of Earth's magnetic field is 0.26. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ തന്നിരിക്കുന്നു. എത്രയാണ് വാല്യൂ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഞാൻ BH എന്ന് എഴുതുന്നു. BH is equal to, come on, 0.26 ഗോസ്. ഡിപ്പ് ആംഗിൾ തന്നിരിക്കുന്നു, ഡിപ്പ് ആംഗിൾ I. ചില ടെക്സ്റ്റ് ബുക്കിൽ ഡെൽറ്റ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡെൽറ്റ ഉപയോഗിക്കുന്നു. 60 ഡിഗ്രി. NCERT ബുക്കിൽ ഉപയോഗിച്ചിട്ട് I എന്നുള്ള ലെറ്ററാണ് കേട്ടോ. ദെൻ നമുക്കറിയുന്ന ഇക്വേഷൻ, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്? സിംപ്ലി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ ഫീൽഡാണ് കാണേണ്ടത്. അപ്പം നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഞാൻ പറയാം, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഡിവൈഡർ ബൈ ടോട്ടൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു കോസ് ഡെൽറ്റ എന്ന് കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് സൈൻ ഡെൽറ്റ, BV ബൈ BH നിങ്ങൾക്ക് അറിയാം, ടാൻ ഡെൽറ്റ, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് B കാണണം. സോ ടോട്ടൽ ഫീൽഡ് B ഈസ് ഈക്വൽ ടു BH ഡിവൈഡർ ബൈ cos delta. So B is equal to, what is the value of BH here? തന്നിട്ടുണ്ട് 0.26 ഗോസ്. കൺവെർട്ട് ചെയ്യേണ്ട, കാരണം നമ്മൾക്ക് കിട്ടുന്ന ആൻസറും ഗോസിൽ തന്നെ ആയിരിക്കും. ബൈ കോസ് ഡെൽറ്റ, അപ്പോൾ 1/2 വരും അല്ലേ. സോ B is equal to നമുക്ക് 0.52 ഗോസ് ആണ് ആൻസർ. അപ്പോൾ നോക്കൂ, ആ പോയിന്റിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0.52 ഗോസ് ആണ്. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന 0.26 ഗോസ്. ഇതുപോലെ ആ പോയിന്റിൽ ഏത് കമ്പോണൻറ്റും ഉണ്ട്. എർത്തിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻ്റ് ഉണ്ട്. എർത്തിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതിവിടെ കാണാൻ പറഞ്ഞിട്ടില്ല, നമ്മളോട് ഇവിടെ ടോട്ടൽ ഫീൽഡ് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി വെർട്ടിക്കൽ ഫീൽഡ് കാണണമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. കാരണം എന്താ അറിയോ, നമുക്കറിയാം ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആയിരിക്കും അത് B² ആണല്ലോ. അങ്ങനെയാണെങ്കിൽ BB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് എഴുതാം നമുക്ക്? B² മൈനസ് BH² എടുത്താൽ പോരെ. അതായത് ടോട്ടൽ ഫീൽഡിൻ്റെ സ്ക്വയറിൽ നിന്നും നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സ്ക്വയർ മൈനസ് ചെയ്ത് റൂട്ട് എടുത്താൽ BB കിട്ടും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്,
ഏത് പോയിന്റിലെയും ഡിപ്പ് കാണാൻ പറ്റും. പക്ഷേ നമുക്കിതാ ഈ കോമ്പസ് ബോക്സ് വെച്ചുകൊണ്ട് പറ്റില്ല. കോമ്പസ് ബോക്സിന് നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഡിപ്പ് ആംഗിൾ മെഷർ ചെയ്യാൻ ഈ അറേഞ്ച്മെൻറ്റ് കൊണ്ട് കഴിയില്ല നമുക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിപ്പ് സർക്കിൾ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഡിപ്പ് സർക്കിൾ. സോ വാട്ട് ഈസ് ഡിപ്പ് സർക്കിൾ? Dip circle is a magnetic arrangement used to find magnetic dip at any place. ഓക്കെ, ഇതാണ് അത് അറേഞ്ച്മെൻറ്റ്. കണ്ടോ, ഇതൊരു സ്ക്രൂ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇവിടെ സ്ക്രൂ ഉണ്ട്. ഈ കാണുന്നതാണ് ആര്, മാഗ്നറ്റിക് നീഡിൽ. ഇതൊരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഒരു വെർട്ടിക്കലി സെറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇങ്ങനെയല്ല ഇത്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്, കോമ്പസ് ബോക്സിനെ സെറ്റ് ചെയ്യുന്നത്. ദാറ്റ് needle is able to rotate in vertical plane other than horizontal plane. കോമ്പസ് ബോക്സിൽ നീഡിലും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും കോമ്പസ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിപ്പ് കാണാൻ കഴിയില്ല. പകരം നമ്മളെന്ത് ഉപയോഗിക്കുന്നു, ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു കോമ്പസ് ബോക്സ് എടുക്കും. കോമ്പസ് ബോക്സ് എടുത്തതിന് ശേഷം അതിലെ മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യും. ആ ഡയറക്ഷനാണ് ഏത്, നിങ്ങൾ പറയൂ, നോർത്ത്. അതായത് നമ്മുടെ ജോഗ്രഫിക് നോർത്ത് നിന്ന് അല്പം ടിൽട്ടായിട്ടല്ലേ ഇതിനകത്തിരിക്കുന്ന നോർത്ത് കാണിച്ചു തരാം. ആ ഡയറക്ഷൻ നമ്മൾ ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്യും. അതങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം, മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് സെറ്റ് ചെയ്യണം. മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അതിനുശേഷം നിങ്ങൾ ഈ മാഗ്നറ്റിക് നീഡിലിനോട് നോക്കുക. മാഗ്നറ്റിക് നീഡിൽ നിൽക്കുന്നത് ഉറപ്പായിട്ടും ഏത് ഡയറക്ഷനിലായിരിക്കും, നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആണെങ്കിൽ ഇതായിരിക്കും നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് ഈ ഒറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ യൂഷ്വലി എന്തെന്ന് പറയാറുള്ളത്, തീറ്റ എന്ന് പറയാറുള്ളത്. തീറ്റയല്ല, NCERT ബുക്കിൽ I എന്നുള്ള ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ ഫിഗറിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യണം, ആദ്യമേ ഒരു കോമ്പസ് ബോക്സ് എടുക്കണം. കോമ്പസ് ബോക്സിലെ മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യണം. ആ ഡയറക്ഷന് പാരലായിട്ട് വെക്കണം ഈ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കോയിൽ സെറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പോൾ ഡിപ്പ് സർക്കിളിനകത്തുള്ള മാഗ്നറ്റിക് നീഡിലാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അയാൾ നമുക്കൊരു ഡയറക്ഷൻ കാണിച്ചു തരും. ആ ഡയറക്ഷനാണ് ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇതാണ് മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് നീഡിൽ നിൽക്കുന്നത് ടോട്ടൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും, നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ്. ഇവിടെ ഞാൻ ഡെൽറ്റ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല ടെക്സ്റ്റ് ബുക്കിലും ഡിപ്പിന് ഡെൽറ്റ എന്നുള്ള ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. NCERT ബുക്കിൽ അതിന് I എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ എ കോമ്പസ് ലൈക്ക് അറേഞ്ച്മെൻറ്റ്, ബട്ട് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് ഏബിൾ ടു റൊട്ടേറ്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. പക്ഷേ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ യു ബ്രിങ് എ കോമ്പസ് ബോക്സ് ആൻഡ് ദെൻ യു സെറ്റ് ദ നോർത്ത്. എന്നിട്ട് ആ ലൈനിൽ നമ്മൾ ഇതിൻ്റെ ഈ ലൈൻ സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിലെ മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഏത് ഡയറക്ഷനാണ്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് അവൻ വന്ന് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസ് ഇതാണെന്ന് വിചാരിച്ചോളൂ. എർത്തിൻ്റെ സർഫസ് ഉണ്ട്. ഈ മാഗ്നറ്റിക് നീഡിൽ വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, ഈ ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ. അങ്ങനെയാണെങ്കിൽ അത് ഈ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എർത്തിൻ്റെ സർഫസ് എന്ന് പറയാം. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്പ് ആംഗിൾ ഡെൽറ്റ എന്ന് പറയുന്നത്. NCERT ബുക്കിൽ ഉപയോഗിച്ച ലെറ്റർ I എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഡിപ്പ് സർക്കിൾ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഡിപ്പ് ആംഗിൾ അറ്റ് എനി പ്ലേസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ബ്രിങ് എ കോമ്പസ് ബോക്സ് ആൻഡ് ദെൻ യു സെറ്റ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദെൻ യു പ്ലേസ് ദാറ്റ് ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. In the dip circle arrangement, the coil is in vertical plane and the magnetic needle is able to rotate in a vertical plane. The angle between the position of that magnetic needle and the horizontal line is called dip angle. Clear ആണല്ലോ, dip angle. ഡിപ്പ് സർക്കിൾ നിങ്ങൾ കണ്ടു കാണില്ല, ഡിഗ്രി ലെവലിലൊക്കെ സാധാരണ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളൂ.
ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾ ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എൻറ്റയർ സെറ്റപ്പിനെ നിങ്ങൾ മാഗ്നറ്റിക് മെറിഡിയനിൽ വെക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങളൊരു കോമ്പസ് ബോക്സ് എടുക്കണം. കോമ്പസ് ബോക്സ് എടുത്ത് അതിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചിരുന്ന നോർത്ത് ഉണ്ട്. ആ നോർത്തിനെ നമ്മൾ മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയും. ആ ഡയറക്ഷനിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ എൻറ്റയർ സെറ്റപ്പിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഡയറക്ഷൻ. നോക്കൂ, ഇതാണ് ആ ഡയറക്ഷൻ. അങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ദെൻ ഈ കോമ്പസ് ബോക്സ് അല്ല, നമ്മുടെ ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിലോട്ട് വാ. ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിലെ മാഗ്നറ്റിക് നീഡിലെ സൗത്ത് ഇവിടെയാണ്, നോർത്ത് ഇവിടെയാണ്. അങ്ങനെയല്ല, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുമ്പോൾ അത് എർത്തിൻ്റെ സർഫസിന് പാരലാണല്ലോ. ഇപ്പം ഞാനിത് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടുള്ളൊരു ലൈൻ വരച്ചു. അതാണ് ലൈൻ വിചാരിച്ചോളൂ. അപ്പോൾ ആ പോയിന്റിൽ നമ്മുടെ ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിലെ മാഗ്നറ്റിക് നീഡിൽ വന്ന് നിൽക്കുന്ന ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതല്ലേ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ആരാ? അതാണല്ലോ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അതിനാണല്ലോ ഞാൻ ആദ്യം കോമ്പസ് ബോക്സ് എടുക്കണമെന്നും എന്നിട്ട് ആ ഡയറക്ഷനിൽ നമ്മൾ എൻറ്റയർ സെറ്റപ്പിനെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താഴേക്കുള്ള കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ, താഴേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാത്? സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് വിചാരിച്ചോളൂ. സെൻറ്റർ ഓഫ് എർത്ത്. അവിടേക്കുള്ള കമ്പോണൻറ്റിനെയാണല്ലോ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ഡെൽറ്റ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. NCERT ബുക്കിൽ I എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് പറയും, ഇക്വേഷൻ എങ്ങനെ വരും? tan delta is equal to BV divided by BH. Here delta is called dip or true dip. നമുക്ക് ശരിക്കും കിട്ടേണ്ട ഡിപ്പിൻ്റെ പേരാണ് ട്രൂ ഡിപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? എൻറ്റയർ സെറ്റപ്പ് യു പ്ലേസ് അലോങ് മാഗ്നറ്റിക് മെറിഡിയൻ. ദെൻ അതിനുശേഷം ഡിപ്പ് സർക്കിൾ അറേഞ്ച്മെൻറ്റിലെ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ നമുക്കൊരു ഡയറക്ഷൻ കാണിച്ചു തരും. അതാണ് നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ആ നെറ്റ് ഫീൽഡിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ടുവേർഡ് എർത്തിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ടോട്ടൽ ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ്. അതായത് ഈ ആംഗിളാണ് ഡിപ്പ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഒരു ഇഷ്യൂ വരാവുന്നത് നിങ്ങളറിയാതെ, അതായത് ബൈ സം മിസ്റ്റേക്ക്, നമ്മുടെ മിസ്റ്റേക്ക് കാരണം എന്ത് സംഭവിച്ചു? അതായത് ഇയാളെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പകരം അല്പം ചെരിഞ്ഞു പോയി. അതായത് ഈ എൻറ്റയർ സെറ്റപ്പ് ഇത്തിരി ടിൽട്ടായി പോയി. അതായത് ബൈ മേക്കിംഗ് സം ആംഗിൾ വിത്ത് മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വീണ്ടും മെഷർ ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതും, tan delta dash is equal to BV divided by BH cos theta. എന്തുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ BH cos theta വന്നത്? കാരണം എൻറ്റയർ സെറ്റപ്പ് മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ, അതായത് BHൻ്റെ ഡയറക്ഷനുമായി തീറ്റ ആംഗിൾ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കമ്പോണൻറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? BHുമായി തീറ്റ ആംഗിളിൽ ചെരിഞ്ഞിരിക്കുന്നത് കാരണം ആ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്നത് BH cos theta അല്ലേ? വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഡെൽറ്റ ഡാഷിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പാരൻ്റ് ഡിപ്പ്. ട്രൂ ഡിപ്പും അപ്പാരൻ്റ് ഡിപ്പും. അപ്പോൾ വാട്ട് ഈസ് അപ്പാരൻ്റ് ഡിപ്പ്? ബൈ മിസ്റ്റേക്ക് the entire setup makes an angle theta with magnetic meridian. Okay, in that case നമുക്ക് the entire BH എടുക്കാൻ പറ്റില്ല. എന്തെടുക്കാൻ പറ്റുള്ളൂ? BH cos theta എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിപ്പ് ട്രൂ ഡിപ്പ് അല്ല. എന്താണ്? അപ്പാരൻ്റ് ഡിപ്പാണ്. അപ്പോൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് പോയി എന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? അപ്പാരൻ്റ് ഡിപ്പ്. ഇനി നമുക്ക് അപ്പാരൻ്റ് ഡിപ്പിൽ നിന്ന് ട്രൂ ഡിപ്പിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിവൈഡ് ചെയ്യുക ഇക്വേഷനെ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? tan delta by tan delta dash is equal to എന്ത് കിട്ടുന്നു പറയൂ? tan delta by tan delta dash is equal to BV cancels, BH cancels. അപ്പോൾ 1 cos theta. അപ്പം നമുക്ക് എന്ത് കിട്ടും? cos theta എന്ന് കിട്ടും. ആണല്ലോ, ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പം അപ്പാരൻ്റ് ഡിപ്പ് നമുക്ക് കിട്ടിയാൽ അതിൽ നമുക്ക് എന്ത് കാണാം? ട്രൂ ഡിപ്പ് കാണാം. പ്രൊവൈഡഡ് നമുക്ക് എന്തറിയണം? നമ്മളുടെ അശ്രദ്ധ കാരണം എത്ര ആംഗിളാണോ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നും എൻറ്റയർ സെറ്റപ്പ് ടേണായിരിക്കുന്നത് ആ ആംഗിൾ അറിയണം. അത് പ്രോബ്ലത്തിൽ തരും സാധാരണ കേട്ടോ. അപ്പോൾ
Delta is the true dip, delta dash is the apparent dip, theta is the tilted angle. Okay? But that's about dip circle. Entrance point of view, ഇത് പഠിക്കണം കേട്ടോ. കാരണം ആ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡിപ്പ് സർക്കിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറില്ല, സാധാരണ വരാറില്ല കേട്ടോ. ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞു. ദെൻ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ നമ്മൾ 3 പാരാമീറ്റേഴ്സ് കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ ഡെക്ലിനേഷൻ ആംഗിൾ വന്നു, ഇൻക്ലിനേഷൻ ആംഗിൾ വന്നു. ഇൻക്ലിനേഷൻ ആംഗിളിനെ തന്നെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിപ്പ് എന്ന് പറയും. ഡിപ്പ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിപ്പിച്ചു. ഡിപ്പ് സർക്കിൾ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് പറഞ്ഞു. സിംപ്ലി ഡയറക്ഷൻ കാണാൻ നമുക്ക് ഡിപ്പ് സർക്കിളിൻ്റെ ആവശ്യമില്ല. എന്ത് മതി? നമുക്ക് നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഡയറക്ഷൻ കാണാൻ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് സാധാരണ കോമ്പസ് ബോക്സ് മതി. പക്ഷേ ഡിപ്പ് ആംഗിൾ മെഷർ ചെയ്യാൻ നമുക്ക് ആരെ വേണം? ഡിപ്പ് സർക്കിൾ വേണം. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ, മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ മാഗ്നറ്റിക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം കൂടെ നമുക്ക് അവസാനം നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു? 1-2 ഇൻസ്ട്രുമെൻറ്റുകളെ നമ്മൾ കൊണ്ടുവരുന്നു. ടാൻജൻറ്റ് ഗാൽവനോമീറ്ററും അതുപോലെ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും. അതാണ് നമ്മുടെ അടുത്ത സെഷനിൽ ഇനി പഠിപ്പിക്കാനുള്ളത്. ഒപ്പം കുറച്ച് പ്രോബ്ലംസും. അപ്പോൾ ടിൽ ദെൻ ബൈ.